ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് ചാറ്റ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നവോത്ഥാന നായകരിൽ പ്രധാനിയായ വി.ടി. ഭട്ടതിരിപ്പാടിനെ കുറിച്ചുള്ള ക്ലാസ്സുമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുന്നേ കഴിഞ്ഞ വീഡിയോയിൽ ചട്ടമ്പി സ്വാമിയെയും അയ്യങ്കാളിയെയും പറ്റിയുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കണേ. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വി.ടി. ഭട്ടതിരിപ്പാട്. വി.ടിയുടെ കാലഘട്ടം നമുക്കൊന്ന് നോക്കാം. 1896, 1982. 1896, 1982. വി.ടി. ജനിച്ചത് 1896 മാർച്ച് 26. 1896 മാർച്ച് 26 മേഴത്തൂർ ഗ്രാമം എന്ന സ്ഥലത്താണ് വി.ടി. ജനിച്ചത്. ഡേറ്റ് മറക്കരുത്, 1896 മാർച്ച് 26. വി.ടിയുടെ പിതാവ് തുപ്പൻ ഭട്ടതിരിപ്പാട്, മാതാവ് ശ്രീദേവി അന്തർജനം. വി.ടി. അന്തരിച്ചത് 1982 ഫെബ്രുവരി 12. 1982 ഫെബ്രുവരി 12. വി.ടിയുടെ പൂർണ്ണനാമം വെള്ളിത്തിരുത്തിത്താഴത്ത് മനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്നാണ് പൂർണ്ണനാമം. വെള്ളിത്തിരുത്തിത്താഴത്ത് മനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. യോഗക്ഷേമ സഭ വി.ടി. സ്ഥാപിച്ചത് 1908 യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. 1908 യോഗക്ഷേമ സഭ സ്ഥാപിച്ചത്. അക്ഷരാഭ്യാസത്തിൻ്റെ തുടക്കത്തിൽ മാന്മാർക്ക് കുട എന്ന പദം വായിച്ചുകൊണ്ട് വായനയുടെ ലോകത്തേക്ക് കടന്നു വന്ന നവോത്ഥാന നായകനാണ് വി.ടി. അടുത്ത പോയിന്റ്, 1921 ഒറ്റപ്പാലത്ത് ചേർന്ന KPCC സമ്മേളനത്തിലും വി.ടി. ഭട്ടതിരിപ്പാട് പങ്കെടുത്തു. 1921 KPCC ഒറ്റപ്പാലത്താണ് സമ്മേളിച്ചത്. ആ സമ്മേളനത്തിലും വി.ടി. ഭട്ടതിരിപ്പാട് പങ്കെടുത്തു. വി.ടി. ഭട്ടതിരിപ്പാട് പങ്കെടുത്ത ഏക INC സമ്മേളനമാണ് അഹമ്മദാബാദ് സമ്മേളനം 1921. അഹമ്മദാബാദ് സമ്മേളനം 1921 വി.ടി. പങ്കെടുത്ത ഏക INC സമ്മേളനം. വി.ടിയുടെ പരിഷ്കാരങ്ങൾ. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകി. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകിയത് വി.ടി. ഭട്ടതിരിപ്പാട്. ബ്രാഹ്മണ സമുദായത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് നേതൃത്വം നൽകി. അതേപോലെ കേരളത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തിയതും വി.ടി. ഭട്ടതിരിപ്പാട്. കേരളത്തിലെ ആദ്യ വിധവാ വിവാഹം നടത്തിയതും വി.ടി. ഭട്ടതിരിപ്പാട്. വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ച നമ്പൂതിരി സമുദായ അംഗമാണ് വി.ടി. ഭട്ടതിരിപ്പാട്. സ്ത്രീധന സമ്പ്രദായത്തെയും പ്രായം കുറഞ്ഞ പെൺകുട്ടികളെ പ്രായമേറിയ പുരുഷന്മാർ വിവാഹം കഴിക്കുന്ന രീതിയെയും വി.ടി. എതിർത്തു. കുടുംബമുറിക്കൽ, പൂണൂൽ ദഹനം, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, മിശ്രഭോജനം തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്കും വി.ടി. ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകി. ഒന്നുകൂടെ പറയാം. കുടുംബമുറിക്കൽ, പൂണൂൽ ദഹനം, അന്തർജനങ്ങളുടെ വേഷപരിഷ്കരണം, മിശ്രഭോജനം തുടങ്ങിയ സാമൂഹിക പരിഷ്കരണങ്ങൾക്ക് നേതൃത്വം നൽകിയത് വി.ടി. ഭട്ടതിരിപ്പാടാണ്. അതേപോലെ വി.ടിയുടെ ഒരു ആഹ്വാനമാണ്, എൻ്റെ സഹോദരീ സഹോദരന്മാരെ, കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും എന്നത് വി.ടിയുടെ ഒരു ആഹ്വാനമാണ്. കരിങ്കല്ലിനെ കല്ലായി തന്നെ കരുതുക, മനുഷ്യനെ മനുഷ്യനായും കാണുക എന്ന് ആഹ്വാനം ചെയ്തത് വി.ടി. ഭട്ടതിരിപ്പാട്. അടുത്ത പരിഷ്കരണം ഒരു സാമൂഹിക പരിഷ്കരണ ജാഥ. സാമൂഹിക പരിഷ്കരണ ജാഥ വി.ടി. ഭട്ടതിരിപ്പാടാണ് നയിച്ചത്. 1968 മിശ്ര വിവാഹ പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട് നിന്നും ചെമ്പഴന്തി വരെ. 1968 മിശ്ര വിവാഹ പ്രചരണാർത്ഥം കാഞ്ഞങ്ങാട് നിന്ന് ചെമ്പഴന്തി വരെ സാമൂഹിക പരിഷ്കരണ ജാഥ നയിച്ചത് വി.ടി. ഭട്ടതിരിപ്പാട്. ഇയർ ഇമ്പോർട്ടൻ്റ് ആണ്. 1968 സാമൂഹിക പരിഷ്കരണ ജാഥ കാഞ്ഞങ്ങാട് മുതൽ ചെമ്പഴന്തി വരെ. അടുത്ത പോയിന്റ് നോക്കാം. യാചനായാത്ര 1931. കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ മുതൽ കാസർഗോഡിലെ ചന്ദ്രഗിരി പുഴ വരെ 7 ദിവസം നീണ്ട യാചനായാത്ര വി.ടി. ഭട്ടതിരിപ്പാട് നടത്തി. 1931 യാചനായാത്ര കേരളത്തിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെ 7 ദിവസം നീണ്ടു നിൽക്കുന്ന യാത്രയായിരുന്നു യാചനായാത്ര. 1931 യാചനായാത്രയുടെ വർഷം. 1931 യാചനായാത്ര. സാമൂഹിക പരിഷ്കരണ ജാഥ 1968, യാചനായാത്ര 1931. അടുത്ത പോയിന്റ്, നാനാജാതിക്കാർ ഒരുമിച്ച് താമസിക്കുന്നതിനായി 1935 കൊടുമുണ്ട കോളനി വി.ടി. സ്ഥാപിച്ചു. നാനാജാതിക്കാർക്ക് ഒരുമിച്ച് താമസിക്കുന്നതിനായി 1935 കൊടുമുണ്ട കോളനി സ്ഥാപിച്ചു. അടുത്തത് ഒരു നാടകമാണ്. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് 1929.
വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ പ്രശസ്തമായ നാടകമാണ്. വി.ടിയുടെ ഒരു പ്രശസ്ത നാടകമാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, 1929. എടക്കുന്നിയിലാണ് ഈ നാടകം ആദ്യമായി അവതരിപ്പിച്ചത്. ഈ നാടകത്തിൽ EMS നമ്പൂതിരിപ്പാട് ചെറിയൊരു വേഷം ചെയ്തിട്ടുണ്ട്. അടുത്തത് ഒരു കൺഫ്യൂസിങ് ഏരിയ ആണ്. നാടകത്രയങ്ങൾ. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ നാടകമാണ്. മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം M.R. ഭട്ടതിരിപ്പാട്. ഋതുമതി MP ഭട്ടതിരിപ്പാട്. ഇതെങ്ങനെയെങ്കിലും നിങ്ങൾ കണക്ട് ചെയ്ത് ഒന്ന് ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ മാറിപ്പോവും. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാട്, മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം M.R. ഭട്ടതിരിപ്പാട്, ഋതുമതി MP ഭട്ടതിരിപ്പാട്. ഇതിൽ ആദ്യത്തെ ലെറ്റർ വെച്ചൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാട്, വീട്ടിലെ അടുക്കള എന്നോ അങ്ങനെ തന്നെ കണക്ട് ചെയ്താൽ മതി. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാട്, മറക്കുടയ്ക്കുള്ളിലെ മഹാനരകം M.R. ഭട്ടതിരിപ്പാട്. മറക്കുടയ്ക്കുള്ളിലെ M.R. വരും, അപ്പം അതെഴുതി M.R. ഭട്ടതിരിപ്പാട്. ഋതുമതി MP ഭട്ടതിരിപ്പാട്. അത് കൺഫ്യൂഷൻ ആവരുത്, എങ്ങനെയെങ്കിലും ഒന്ന് കണക്ട് ചെയ്ത് വെക്കണം. അടുത്തത് വി.ടിയുടെ ഒരു ചെറുലേഖനമാണ്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവ് വി.ടി. ഭട്ടതിരിപ്പാട്. അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ചെറുലേഖനത്തിൻ്റെ കർത്താവ് വി.ടി. ഭട്ടതിരിപ്പാട്. വേറെ ഒരെണ്ണം, ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്നഭിപ്രായപ്പെട്ടത് C. കേശവൻ. ഒരമ്പലം നശിച്ചാൽ അത്രയും അന്ധവിശ്വാസം നശിക്കും എന്നഭിപ്രായപ്പെട്ടത് C. കേശവൻ. ഇതും അതേപോലെ കൺഫ്യൂഷനായി പോകരുത്. അടുത്ത നോക്കാം. പാശുപതം, ഉദ്ബുദ്ധ കേരളം എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിരുന്ന വ്യക്തിയാണ് വി.ടി. ഭട്ടതിരിപ്പാട്. പാശുപതം, ഉദ്ബുദ്ധ കേരളം എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവും വി.ടി. ഭട്ടതിരിപ്പാട് തന്നെയാണ്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവും വി.ടി. ഭട്ടതിരിപ്പാട്. അടുത്തത്, വി.ടി. ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്ത്. പ്രഥമ വി.ടി. ഭട്ടതിരിപ്പാട് പുരസ്കാരം നേടിയ സാഹിത്യകാരനാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി, 2011. പ്രഥമ വി.ടി. ഭട്ടതിരിപ്പാട് പുരസ്കാരം നേടിയ സാഹിത്യകാരൻ അക്കിത്തം അച്യുതൻ നമ്പൂതിരി, 2011. വി.ടി. ഭട്ടതിരിപ്പാട് കോളേജ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്ത്. വി.ടി. ഭട്ടതിരിപ്പാട് കോളേജ് പാലക്കാട് ജില്ലയിലെ ശ്രീകൃഷ്ണപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പ്രഥമ വി.ടി. ഭട്ടതിരിപ്പാട് പുരസ്കാരം നേടിയ സാഹിത്യകാരനാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 2011 പ്രഥമ വി.ടി. ഭട്ടതിരിപ്പാട് പുരസ്കാരം നൽകി തുടങ്ങിയത്. പാശുപതം, ഉദ്ബോധനം എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിരുന്നു വി.ടി. ഭട്ടതിരിപ്പാട്. അന്തർജന സമാജം, ബഹുമത സമൂഹം എന്നിവ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവും വി.ടി. ഭട്ടതിരിപ്പാട്. ഇനി വി.ടിയുടെ കൃതികൾ നോക്കാം. കണ്ണീരും കിനാവുമാണ് വി.ടിയുടെ ആത്മകഥ. വി.ടിയുടെ ആത്മകഥ കണ്ണീരും കിനാവും. 1970 കണ്ണീരും കിനാവും പുറത്തിറങ്ങിയത്. ആത്മകഥയാണ് വി.ടിയുടെ. വി.ടിയുടെ ആദ്യ കഥാസമാഹാരമാണ് രജനീരംഗം. രജനീരംഗം വി.ടിയുടെ ആദ്യ കഥാസമാഹാരം. അടുത്ത കൃതികൾ നോക്കാം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കർമ്മവിഭാഗം, ചക്രവാളങ്ങൾ, വെടിവെട്ടം, പോംവഴി. അടുത്തത്, കാലത്തിൻ്റെ സാക്ഷി, ദക്ഷിണായനം, പൊഴിഞ്ഞ പൂക്കൾ, കരിഞ്ചന്ത, എൻ്റെ മണ്ണ്, കാലത്തിൻ്റെ സാക്ഷി. അത് 2 പ്രാവശ്യം എഴുതിപ്പോയിട്ടോ. സത്യം എന്നത് ഇവിടെ മനുഷ്യനാകുന്നു, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും. ഇത്രയാണ് വി.ടിയുടെ കൃതികൾ. ഒന്നുകൂടെ നോക്കാം കേട്ടോ. വി.ടിയുടെ കൃതികൾ മാത്രം ഇമ്പോർട്ടൻ്റ് ആണ്, ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ആണ്. കണ്ണീരും കിനാവുമാണ് വി.ടിയുടെ ആത്മകഥ. വി.ടിയുടെ ആദ്യ കഥാസമാഹാരമാണ് രജനീരംഗം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്, കർമ്മവിഭാഗം, ചക്രവാളങ്ങൾ, വെടിവെട്ടം, പോംവഴി, കാലത്തിൻ്റെ സാക്ഷി, ദക്ഷിണായനം, ഒഴിഞ്ഞ പൂക്കൾ, കരിഞ്ചന്ത, എൻ്റെ മണ്ണ്, സത്യമെന്നത് ഇവിടെ മനുഷ്യനാകുന്നു, വിശക്കാത്ത ദൈവവും വിശക്കുന്ന മനുഷ്യനും. ഇത്രയാണ് വി.ടിയുടെ കൃതികൾ. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതൊന്ന് എഴുതി വെക്കണേ. പൊഴിഞ്ഞ പൂക്കൾ വി.ടി. ഭട്ടതിരിപ്പാട്, കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരി. കൊഴിഞ്ഞ ഇലകൾ ജോസഫ് മുണ്ടശ്ശേരിയുടെ കൃതിയാണ്. പൊഴിഞ്ഞ പൂക്കൾ വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ എല്ലാ പോയിൻറ്സും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സാണിത്. ഇത് നിങ്ങൾക്ക് എന്തായാലും ഉപകാരമാവും. വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.